ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് കൊണ്ടുവരുന്ന കാര്യം വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആക്ട് മുതലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആക്ട് കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒന്നാമത്തെ ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് റെഗുലേറ്റിംഗ് ആക്റ്റാണ്. റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് കൊണ്ടുവന്ന ആക്ട് റെഗുലേറ്റിംഗ് ആക്റ്റാണ്. ഇയർ 1773. 1773 ആദ്യമായി കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആക്റ്റാണ് റെഗുലേറ്റിംഗ് ആക്ട്. കൺട്രോൾ ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ രാഷ്ട്രീയ ഭരണ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് രാഷ്ട്രീയ ഭരണ കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമായി നിർവചിച്ച ഒരു ആക്റ്റാണ് ഇത് റെഗുലേറ്റിംഗ് ആക്ട്. പിന്നെ ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളൊരു പദവി ഉണ്ടായിരുന്നു. ആ പദവിയെ എന്താക്കി മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളൊരു പദവിയിലേക്ക് മാറ്റി. ഈ ആക്ട് പ്രകാരം പിന്നെ ഉള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള ഒരു പദവിയാണ്. ആദ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഗവർണറായിട്ടുണ്ടായിരുന്ന വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ഈ പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് മാറ്റിയതോടുകൂടി ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായി? വാറൻ ഹേസ്റ്റിംഗ് ആയി. കൂടാതെ ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലിനെയും ഈ നിയമപ്രകാരം നിയമിച്ചു. ഈ നിയമപ്രകാരം 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലും കൂടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. കൂടാതെ ഗവർണർ ഓഫ് ബോംബെ, ഗവർണർ ഓഫ് മദ്രാസ് അത് എന്തിൻ്റെ കീഴിലേക്ക് മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കീഴിലേക്ക് മാറ്റി. അങ്ങനെ ഒരു ചേഞ്ച് കൂടെ ഈ ആക്ട് പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കേന്ദ്രീകൃതമായ ഒരു ഭരണത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്കത് കണക്കാക്കാം അല്ലേ. അപ്പോൾ കേന്ദ്രീകൃത ഭരണത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉള്ളത് ഏത് ആക്ടിലാണെന്ന് ചോദിച്ചാൽ റെഗുലേറ്റിംഗ് ആക്റ്റാണ്. കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറ പാകിയത്. രാഷ്ട്രീയവും ഭരണപരവുമായ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി നിർവചിച്ച ഒരു ആക്റ്റാണ് റെഗുലേറ്റിംഗ് ആക്ട്. മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? പദവിയിലെ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു ഒന്നാമത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാറ്റം വന്നത് സുപ്രീം കോർട്ട് സ്ഥാപിച്ചു. 1774 ഈ നിയമപ്രകാരം കൽക്കട്ടയിലാണ് ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ 4 അംഗങ്ങൾ, അതായത് ഒരു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 3 ജഡ്ജസും ഒരു ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെ 4 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എലീജ എംബെയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ 1773 നിയമപ്രകാരം 1774 കൽക്കട്ടയിൽ സുപ്രീം കോടതി എലീജ എംബെ ആയിരുന്നു ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇത്രയും മാറ്റങ്ങൾ വന്നു. കൂടാതെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരെ റവന്യൂ, സിവിൽ അഫയേഴ്സ് ഒക്കെ ഇവിടെയുള്ള കമ്പനിയുടെ റവന്യൂ ആയിട്ടുള്ള സിവിൽ ആയിട്ടുള്ള അഫയേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അധികാരപ്പെടുത്തി. ബ്രിട്ടീഷ് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അധികാരപ്പെടുത്തിയ നിയമം കൂടിയായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ടിൽ നമ്മൾ പഠിക്കുന്ന കാര്യം ആദ്യമായിട്ട് കമ്പനിയെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന നിയമമാണ്. രണ്ടാമതായി രാഷ്ട്രീയ ഭരണകാര്യങ്ങൾ വ്യക്തമാക്കിയ നിയമമാണ്. മൂന്നാമത്തെ പോയിന്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. പദവി ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലിനെയും നിയമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് പറയുന്നത് ഗവർണർ ഓഫ് ബോംബെയും ഗവർണർ ഓഫ് മദ്രാസും ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിലേക്ക് മാറ്റി. 1774 സുപ്രീം കോടതി സ്ഥാപിതമായത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. കൂടാതെ ഒരു പോയിന്റ് കൂടെ ഉള്ളത് ഓർത്തു വെക്കേണ്ടത്, ഈ കമ്പനി ഒഫീഷ്യൽസും ഇന്ത്യൻ ഇന്ത്യൻസുമായിട്ടുള്ള പ്രൈവറ്റ് ട്രേഡ്, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള വ്യാപാര വാണിജ്യ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അബോളിഷ് ചെയ്ത ആക്റ്റാണ് റെഗുലേറ്റിംഗ് ആക്ട്. ബ്രൈബ് പൂർണ്ണമായിട്ടും നിർബന്ധമായിട്ടും അല്ലെങ്കിൽ കർശനമായിട്ട് ബ്രൈബ് അബോളിഷ് ചെയ്ത ആക്ടും കൂടിയാണ് റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ഒന്നും കൂടെ പോയിന്റുകൾ പറയുകയാണെ. റെഗുലേറ്റിംഗ് ആക്ട് ആദ്യമായി റെഗുലേറ്റ് ചെയ്യാൻ വന്നു. രാഷ്ട്രീയ ഭരണ കാര്യങ്ങൾ വ്യക്തമായി നിർവഹിച്ചു. പിന്നെ കൂടാതെ സുപ്രീം കോടതി 1774 ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എലീജ എംബെയാണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളൊരു പദവി വന്നു. വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. കമ്പനി ഒഫീഷ്യൽസും ഇന്ത്യക്കാരും തമ്മിലുള്ള
പ്രൈവറ്റ് വ്യാപാരങ്ങളൊക്കെ അബോളിഷ് ചെയ്ത നിയമമാണ്. ബ്രൈബറി കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, റവന്യൂ, സിവിൽ അഫയേഴ്സ് ഒക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യണം എന്ന് അധികാരപ്പെടുത്തിയ നിയമമാണ്. ഇത്രയും കാര്യങ്ങളാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കമ്പനിയുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കമ്പനിയെ അധികാരപ്പെടുത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആക്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത് റെഗുലേറ്റിംഗ് ആക്ടിനെ, അതായത് നമ്മളിപ്പോൾ പഠിച്ച 773 റെഗുലേറ്റിംഗ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് രണ്ടാമത്തെ ആക്ട് നമ്മൾ പഠിക്കുന്നത്. അമെൻഡിങ് ആക്ട് 1781, അതല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു സുപ്രീം കോടതി നമ്മൾ സ്ഥാപിച്ചു, കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ആക്ട് കൊണ്ടുവന്നു. പക്ഷെ എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഒരു അധികാര പരിധിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അധികാര പരിധി കൃത്യമായി നമ്മളെ റെഗുലേറ്റിംഗ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അത് എന്തിനു വഴിവെച്ചു? ഒരു ഭരണപരമായ ഒരു അനിശ്ചിതാവസ്ഥക്കൊക്കെ വഴിവെച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ട് മാത്രമാണ് ഏത്? അമെൻഡിങ് ആക്ട് 1781 അഥവാ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ അതിൽ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളൂ. 1781 അമെൻഡിങ് ആക്ട് റെഗുലേറ്റിംഗ് ആക്ടിന്റെ പരിമിതികൾ അല്ലെങ്കിൽ അപാകതകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്ട് ആയിരുന്നു. സുപ്രീം കോടതിക്കാണെങ്കിലും കമ്പനിക്കാണെങ്കിലും ഒരു അധികാര പരിധി, ഒരു ക്ലാരിറ്റി ഒക്കെ വരുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് ഇത് അമെൻഡിങ് ആക്ട് 1781 അഥവാ ആക്ട് ഓഫ് സെറ്റിൽമെന്റ്. ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ എന്താണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നിട്ടുള്ളത്. ഇത് വില്യം പിറ്റ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വില്യം പിറ്റ് ആരായിരുന്നു? അദ്ദേഹം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. വില്യം പിറ്റ് ദ യങ്ങർ എന്ന് പറയും. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ 24 വയസ്സിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ടാണ് 1784 വന്ന പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഈ ആക്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് മുമ്പുള്ള 2 ആക്ടിനേക്കാളും വരുത്തിയിട്ടുണ്ടായിരുന്നത്? നമ്മൾ റെഗുലേറ്റിംഗ് ആക്ടിൽ പഠിച്ചു, ഭരണപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവചിച്ചിട്ടുണ്ട്. ഏതിൽ? 773 റെഗുലേറ്റിംഗ് ആക്ടിൽ നിന്ന്. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ളതും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളതും, അതായത് വ്യാപാരപരമായിട്ടുള്ളതും കാര്യങ്ങളെ, അഫയേഴ്സിനെയൊക്കെ വേർതിരിച്ച ഒരു ആക്റ്റാണ് ഇത് 784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പം വേർതിരിച്ച ആക്ട് ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്താ? അപ്പൊ ആ വേർതിരിച്ചതിന് ശേഷം ഒരു ഡുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു ദ്വിഭരണ രീതി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നോക്കിക്കേ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വ്യാപാരം അല്ലെങ്കിൽ വാണിജ്യം നോക്കാൻ വേണ്ടി ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ഇവിടെ, അല്ലെ? അപ്പൊ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന ഒരു വിഭാഗം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 784. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ വ്യാപാരം നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വ്യാപാരത്തിന്റെ കാര്യങ്ങൾ, അഫയേഴ്സ് ഒക്കെ നോക്കാൻ വേണ്ടി ഓൾറെഡി ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. വ്യാപാരം, ട്രേഡ്, കൊമേഴ്സ്, വാണിജ്യ വ്യാപാര കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. പക്ഷേ എക്സ്ട്രാ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ എന്നൊരു ഡിപ്പാർട്ട്മെന്റും കൂടെ കൊണ്ടുവന്നു. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? രാഷ്ട്രീയ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബോർഡ് ഓഫ് കൺട്രോൾ. പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള അഫയേഴ്സ് ഒക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ബോർഡ് ഓഫ് കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഈ ആക്ട് പ്രകാരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദ്വിഭരണ രീതി, ഒരു ഡുവൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. കമ്പനിയുടെ റൂളിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നേരം തന്നെ എന്താണ്? അവിടുന്ന് ബ്രിട്ടനിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു കൺട്രോള് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കമ്പനി ഇവിടെ വന്നതിന് ശേഷം അക്വയർ ചെയ്ത ഇന്ത്യൻ പ്രദേശങ്ങളൊക്കെ തന്നെ ഈ ആക്ട് പ്രകാരം എന്തായി മാറി? ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് മാറി. അതായത് ബ്രിട്ടന്റെ കൈവശ വസ്തുക്കളാക്കി മാറ്റി. ഈ ആക്ട് പ്രകാരം ബ്രിട്ടന്റെ കൈവശ വസ്തുക്കൾ എന്ന രീതിയിലേക്ക് ആക്കി മാറ്റി പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പൊ ഈ ആക്ട് പ്രകാരമാണ് കമ്പനിയുടെ ടെറിട്ടറിയൊക്കെ ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ബ്രിട്ടന്റെ കൈവശ വസ്തുക്കളായി മാറിയത് പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. പിന്നെയോ
അപ്പോൾ ഇതൊക്കെ കൂടി വരുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഒരു പരമാധികാരം കമ്പനിയിലേക്ക് വന്ന ഒരു ആക്റ്റാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. ഗവൺമെന്റിന്റെ ഒരു കൃത്യമായ അധികാരം കമ്പനിയിലേക്ക് വന്ന ആക്റ്റാണ് ഇത് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഒരു പരമാധികാരം കമ്പനിയിൽ പ്രയോഗിച്ച ആക്റ്റാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ടിലെ ഭരണപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ നിർവചിച്ച സമയത്ത് ഇവിടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ വ്യാപാര രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കൃത്യമായി വേർതിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുത്തു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ബോർഡ് ഓഫ് കൺട്രോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേഷനും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കേൾപ്പിച്ചു. അങ്ങനെ ഒരു ഡുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ദ്വിഭരണ രീതി കൈക്കൊണ്ടു. അത് ഈ ആക്ട് പ്രകാരമാണ്. കമ്പനിയുടെ പ്രദേശങ്ങളൊക്കെ തന്നെ ബ്രിട്ടന്റെ കൈവശ വസ്തുക്കൾ എന്ന രീതിയിലേക്ക് മാറ്റി. അങ്ങനെ കമ്പനി റൂളിംഗ് നിലനിർക്കെ തന്നെ ഗവൺമെന്റിന്റെ പരമാധികാരം കമ്പനിയിലേക്ക് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് ഇത് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇത്രയും ഓർത്തു വെക്കണേ പിറ്റ്സ് ഇന്ത്യയിൽ. ഇനി അടുത്ത ആക്ട് നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത ആക്ട് ചാർട്ടർ ആക്ട് 1793 ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ചാർട്ടർ ആക്ടുകളാണ് പഠിക്കാനുള്ളത്. വർഷം 1793 റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചു. അതിനിടയിൽ റെഗുലേറ്റിംഗ് ആക്ടിനെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് അഥവാ അമെൻഡിങ് ആക്ട് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാമത് പിറ്റ്സ് ഇന്ത്യ ആക്ട് പഠിച്ചു. നാലാമത്തെ ആക്ട് ചാർട്ടർ ആക്ട് ആണ് 1793. ഇതിൽ കൂടുതലായി ഒന്നും ഓർത്തു വെക്കേണ്ടതില്ല. 20 വർഷത്തേക്ക് കമ്പനിക്ക് നമുക്ക് ഓൾറെഡി എന്തുണ്ട്, കമ്പനിക്ക് വ്യാപാരത്തിലൊരു മൊണോപ്പൊളി ഉണ്ട് അല്ലെ. ഇന്ത്യയിലെ വ്യാപാരം നടത്താൻ വ്യാപാര കുത്തക കമ്പനിക്കാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. ആ ഒരു മൊണോപ്പൊളി റൈറ്റ് 20 ഇയേഴ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ഒരു ആക്ട് മാത്രമാണ് ഏത് ചാർട്ടർ ആക്ട് 1793. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് 20 ഇയേഴ്സിലേക്ക് ഈ മൊണോപ്പൊളി റൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം അതേപോലെ ഒരു ഘടനാപരമായ മറ്റ് ചേഞ്ചുകൾ, സ്ട്രക്ചറൽ ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. സ്റ്റാറ്റസ് ക്വോ ആയിട്ട് നിലനിന്നു. അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് 20 വർഷത്തേക്ക് കമ്പനിയുടെ ഒരു മൊണോപ്പൊളി റൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുത്തക അവകാശം 20 വർഷത്തേക്കും കൂടെ നീട്ടിക്കൊടുത്ത ആക്ട് ഏതാണ്? ചാർട്ടർ ആക്ട് 1793 ആണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ആക്ട് നോക്കാം. അപ്പൊ തൊട്ട് മുമ്പിലത്തെ ആക്ടിൽ നമ്മൾ 1793 ആക്ടിൽ നമ്മൾ വ്യാപാര കുത്തക 20 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തതാണ് കണ്ടത്. അടുത്തതും ചാർട്ടർ ആക്ട് ആണ്. അത് 1813 ആണ്. ചാർട്ടർ ആക്ട് 1813 ആണ്. നോക്കൂ, 1893 20 വർഷത്തേക്കല്ലേ കമ്പനിക്ക് മൊണോപ്പൊളി റൈറ്റ് കൊടുത്തത് അല്ലേ? അപ്പോൾ അതാ 1793 20 വർഷവും കഴിഞ്ഞാൽ 1813 അതോടുകൂടി എന്താണ്, 20 വർഷം നീട്ടിക്കിട്ടിയ ആ മൊണോപ്പൊളി റൈറ്റ് അങ്ങോട്ട് അവസാനിച്ചു അല്ലേ? അപ്പൊ കുത്തക അവകാശം അവസാനിപ്പിച്ച ഒരു ആക്റ്റാണ് ഇത് ചാർട്ടർ ആക്ട് 1813 എന്നുള്ളത് ഓർക്കുക. 773 റെഗുലേറ്റിംഗ് ആക്ട്, 781 അമൻഡ് ചെയ്ത ആക്ട്, 784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, 793 ചാർട്ടർ ആക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 20 വർഷത്തേക്ക് കൊടുത്തു. 1813 ചാർട്ടർ ആക്ട് അടുത്തത്. അപ്പോൾ 20 വർഷത്തെ കമ്പനിയുടെ മൊണോപ്പൊളി റൈറ്റ് അവസാനിച്ച ഒരു ആക്ട് ആണ് ഏത് ചാർട്ടർ ആക്ട് അല്ലേ? നിങ്ങൾ നോക്കിയാൽ അറിയാം. 20 വർഷം കഴിഞ്ഞാൽ 813 ആ 813 നമ്മൾ കുത്തക അവകാശം അവസാനിച്ചു. അടുത്തതായി എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ചാർട്ടർ ആക്ട് പ്രകാരം വന്നിട്ടുള്ളത്? അങ്ങനെ ഈ ഒരു വ്യാപാര കുത്തക അവസാനിച്ചെങ്കിലും കൂടെ 2 കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വെക്കുക. അതായത് ടീ, ഒപ്പിയം, ഈ 2 ട്രേഡിനുള്ള റൈറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. കൂടാതെ ചൈനയുമായിട്ടുള്ള ട്രേഡും ഈ ആക്ട് പ്രകാരം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 813 20 വർഷത്തേക്കുള്ള ഒരു കുത്തക അവകാശം നിർത്തലാക്കിയതിൽ എന്ത് പെടുന്നില്ല? ടീയും ഒപ്പിയവും ചൈനയായിട്ടുള്ള ട്രേഡും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതൊന്ന് ഓർത്തു വെക്കണം. 20 വർഷത്തെ മൊണോപ്പൊളി റൈറ്റ് അവസാനിക്കുമ്പോൾ ടീയും ഒപ്പിയവും ചൈനയും ഒന്ന് എക്സ്ക്ലൂഡഡ് ആണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇവരുടെ കുത്തക, അതായത് ബ്രിട്ടനിലുള്ള ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ നമ്മൾ
സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടനിൽ നിന്നും ഇവർക്ക് ഒരു കുത്തകാവകാശം എന്ന് അറിയാലോ എന്താണ്, അവർക്ക് മാത്രമേ ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റ് ബ്രിട്ടനിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ക്രൗൺ മുഖേന. അപ്പോൾ ആ ഒരു റൈറ്റ് അവസാനിക്കുന്നതോടും കൂടി എന്ത് ചെയ്യാം, അവിടെയുള്ള പ്രൈവറ്റ് ട്രേഡേഴ്സിനൊക്കെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ വിപണി ഓപ്പൺ ആയി കിട്ടും അല്ലേ. അടുത്ത ഈ ആക്ട് പ്രകാരം ഉണ്ടായ 3 കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ക്രിസ്ത്യൻ മിഷണറീസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന നിയമമാണ് ഇത്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുമതി കിട്ടിയ നിയമമാണ് ഇത്, ചാർട്ടർ ആക്ട് 1813. അപ്പോൾ അവര് ഇന്ത്യക്കാരെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ വിദ്യാസമ്പന്നരാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ക്രിസ്ത്യൻ മിഷണറീസിനെയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുമതി ലഭിച്ച ഒരു നിയമമാണ് ഇത്, ചാർട്ടർ ആക്ട് 1813 എന്ന് പറയുന്നത്. അടുത്തതായി എന്താണുള്ളത്, വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായിട്ട് സപ്പോർട്ട് കിട്ടിയ ഒരു ആക്ട് ആണിത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇയർലി, അതായത് വർഷത്തില് ഒരിക്കല് ഒരു 1 lakh rupees ഗ്രാൻഡ് അനുവദിച്ച നിയമമാണ് ഇത്, ചാർട്ടർ ആക്ട് 1813 എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപ വർഷത്തില് 1 ലക്ഷം രൂപ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് ആയിട്ട് ലഭിച്ച ഒരു ആക്ട് ആണ് ചാർട്ടർ ആക്ട് 1813. അപ്പൊ ക്രിസ്ത്യൻ മിഷണറീസ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ്. മൂന്നാമത്തതായി ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്ത്യക്കാർക്ക് മേൽ നികുതി പിരിക്കാനുള്ള അധികാരം കിട്ടിയ ഒരു ആക്ട് കൂടിയാണ്. ഇന്ത്യക്കാർക്ക് മേൽ നികുതി ചുമത്താനുള്ള അധികാരം കിട്ടിയ, ഇന്ത്യക്കാർക്ക് മേൽ നികുതി ചുമത്താനുള്ള അധികാരം കിട്ടിയ ഒരു ആക്ട് കൂടിയാണ് ചാർട്ടർ ആക്ട് 1813 എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് ചാർട്ടർ ആക്ട് തന്നെയാണ്. ചാർട്ടർ ആക്ട് കുറച്ചധികം ഉണ്ട്. ചാർട്ടർ ആക്ട് 1833 ആണ്, 1833 ചാർട്ടർ ആക്ട്. 13 ശേഷം 33 ചാർട്ടർ ആക്ട്. അതിനെ സെന്റ് ഹെലേന ആക്ട് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. ഹെലേന ആക്ട് എന്നും പറയുന്നുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു തരാം. അപ്പോൾ ചാർട്ടർ ആക്ട് 1833 വന്ന പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വ്യാപാരം അവസാനിച്ചു എന്നുള്ളതാണ്. കമ്പനിയുടെ വ്യാപാരം അവസാനിച്ചു. അപ്പൊ നേരത്തെ നമ്മൾ കുത്തകയാണ് അവസാനിപ്പിച്ചിട്ടുള്ളൂ അല്ലെ, വ്യാപാരം കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചിട്ടില്ല. കാരണം 813 20 വർഷം കഴിഞ്ഞ് മൊണോപ്പൊളി എടുത്തു കളഞ്ഞു. മൊണോപ്പൊളി അതോടുകൂടി എൻഡ് ചെയ്യാണ്. അപ്പൊ മൊണോപ്പൊളി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ വ്യാപാരം അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 833 ആക്ടിൽ എന്ത് ചെയ്തു, വ്യാപാരം തന്നെ ക്ലോസ് ചെയ്തു, എല്ലാ വ്യാപാരവും നിർത്തലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു വാണിജ്യപരമായ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സെന്റ് ഹെലേന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. സെന്റ് ഹെലേന വാണിജ്യപരമായ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് സെന്റ് ഹെലേനയാണ്. അപ്പൊ വാണിജ്യപരമായ അല്ലെങ്കിൽ വ്യാപാരപരമായ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തതുകൊണ്ടാണ് ജസ്റ്റ് അങ്ങനെ ഒരു പേരും കൂടെ ഈ ഒരു ആക്ടിന് വന്നിട്ടുള്ളത്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, എന്താ അങ്ങനെ ഒരു പേര് വന്നതെന്നുള്ളത് നമുക്കൊരു ഇത് വേണ്ട, കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ സെന്റ് ഹെലേനയിലായിരുന്നു വാണിജ്യ ഹെഡ്ക്വാർട്ടേഴ്സ്, വ്യാപാര ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അത് ആ വ്യാപാരം അവസാനിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു പേരും കൂടെ വന്നത്. 833 കമ്പനിയുടെ വ്യാപാരം അവസാനിച്ചത്. കുത്തകയല്ല കേട്ടോ. കുത്തക എന്ന് ചോദ്യം വന്നാൽ 813, വ്യാപാരം എന്ന് ചോദ്യം വന്നാൽ 833. അത് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്കിവിടെ ഓൾറെഡി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ വാണിജ്യം നോക്കാനും ഭരണം നോക്കാനും വേണ്ടി കമ്പനിയുടെ 2 ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യാപാരം അവസാനിച്ചതോടും കൂടിയിട്ട് ആ ഒരു കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റും ഇല്ലാതായില്ലേ. ഇനിയിപ്പോൾ ഒരു ഭരണപരമായിട്ടുള്ള ഒരു നിലനിൽപ്പ് മാത്രമല്ലേ കമ്പനിക്കുള്ളൂ. അപ്പോൾ വ്യാപാരം അവസാനിച്ച് ഭരണപരമായ കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിയ ഒരു ആക്റ്റാണ് ഇത്. പരമായ കാര്യങ്ങളിലേക്ക് ചുരുക്കിയ ഒരു ആക്റ്റാണ് ഇത്, ആക്ട് ചാർട്ടർ ആക്ട് 833 എന്നുള്ളത് ഓർക്കുക. വാണിജ്യപരമായ എല്ലാ കാര്യങ്ങളും അവസാനിച്ച് ഭരണപരമായ കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങി അല്ലെ കമ്പനി. അപ്പൊ അത്രയും ഓർത്ത് വെക്കുക. അടുത്ത മാറ്റം എന്താണ് 833 വന്ന അടുത്ത മാറ്റം പറയുന്നത്, നമ്മൾ പറഞ്ഞു ഗവർണർ ഓഫ്
ബംഗാളായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു പദവി മാറ്റി 773 റെഗുലേറ്റിംഗ് ആക്ടിൽ നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളാക്കി. ഇനി നമ്മൾ 833 ഈ ആക്ടിൽ വീണ്ടും ഒരു മാറ്റം വരുത്തി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയിലേക്ക്. ഇത് വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ഇവിടെ ഉള്ളത് ഇപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ടുണ്ടായിരുന്നത് വില്യം ബെന്റിക് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വില്യം ബെന്റിക് പ്രഭുവാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെന്റിക് ആണ്. അപ്പോൾ വ്യാപാരം അവസാനിപ്പിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പദവി മാറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും 833 ചാർട്ടർ ആക്ടിൽ വന്നിട്ടുള്ളതാണ്. അടുത്ത എന്താ കാര്യം? ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് 834. ഞാൻ മുമ്പത്തെ ഒരു ക്രിമിനൽ ലോൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്ന ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ ഭരിക്കാൻ വേണ്ടി ഒരു യൂണിഫോം ലോ വേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് 834 ഒരു ലോ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിരുന്നു. മെക്കോളേൻ്റെ ലോർഡ് മെക്കോളേൻ്റെ ചെയർമാൻഷിപ്പിൽ അല്ലേ, മെക്കോളേയുടെ ചെയർമാൻഷിപ്പിൽ ഒരു ലോ കമ്മീഷൻ. അപ്പോൾ അത് 833 ചാർട്ടർ ആക്ട് പ്രകാരമാണെന്ന് ഓർത്ത് വെക്കുക. 834 ഒരു ലോ കമ്മീഷൻ ഉണ്ടായിരുന്നു ലോർഡ് മെക്കോളേൻ്റെ. പിന്നെ അടുത്തതായിട്ട് എന്താ ഉള്ളത്? കമ്പനിയുടെ ടെറിട്ടറീസിലൊക്കെ ഉണ്ടായിരുന്ന എന്താണ് സ്ലേവറിയൊക്കെ അബോളിഷ് ചെയ്ത ഒരു ആക്ട് കൂടിയാണ്. അടിമത്തല്ലേ, സ്ലേവറി, അടിമപ്പണി, അതൊക്കെ അബോളിഷ് ചെയ്ത ഒരു ആക്ട് കൂടിയാണ് ഇത് ചാർട്ടർ ആക്ട് 1833 എന്നുള്ളത്. അപ്പോൾ ചാർട്ടർ ആക്ടിലെ പോയിന്റ് എന്തൊക്കെയായിരുന്നു ഒന്നും കൂടി ഓർത്ത് വെക്കുക. വ്യാപാരം എൻഡ് ചെയ്തു. പിന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റ് വന്നു വില്യം ബെന്റിക്ക്. പിന്നെ എന്താണ് ഉണ്ടായത്? ലോ കമ്മീഷൻ വന്നു 834. പിന്നെ കമ്പനി ടെറിട്ടറീസിൽ ഉണ്ടായിരുന്ന അടിമപ്പണിയൊക്കെ അബോളിഷ് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ശിക്ഷയുണ്ട് അല്ലേ, അതൊക്കെ അബോളിഷ് ചെയ്തു. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. വ്യാപാരം അവസാനിച്ചതും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറിയതും പദവി, അത് വില്യം ബെന്റിക് ആണെന്ന് ഓർത്ത് വെക്കണം. പിന്നെ സെന്റ് ഹെലന ആക്ട് എന്ന് അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതും ഓർത്ത് വെക്കണം. ഇത്രയാണ് 833 ചാർട്ടർ ആക്ട് പ്രകാരം ഉണ്ടായ മാറ്റങ്ങൾ. അടുത്തത് ഏതാ? ചാർട്ടർ ആക്ട് തന്നെയാണ്. ഏത്? 853 ചാർട്ടർ ആക്ട്. 853 ചാർട്ടർ ആക്ട് ആണ്. അതെന്താ നോക്കാം. അപ്പോൾ അടുത്ത ചാർട്ടർ ആക്ട് 853 അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നോ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയെ അല്ലെങ്കിൽ ഗവർണർ ജനറലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് വേർതിരിച്ച നിയമമാണ് ചാർട്ടർ ആക്ട് 1853 എന്ന് പറയുന്നത്. അതെന്തൊക്കെയാ? നിയമനിർമ്മാണ പ്രവർത്തനങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളൊന്നും വേർതിരിച്ച ഒരു നിയമമാണിത്. ഓക്കെ. അപ്പോൾ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും ഈ 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ വേർതിരിച്ചു. ഏത് ആക്ട് പ്രകാരം? 1853 ചാർട്ടർ ആക്ട് പ്രകാരം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു നിയമമാണ് ചാർട്ടർ ആക്ട് 853. അതായത് ഒരു പ്രാദേശിക പ്രാതിനിധ്യം, നമുക്ക് ഒരു പ്രാതിനിധ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന നിയമം. പ്രാദേശിക പ്രാതിനിധ്യം അനുവദിച്ചു തന്നൊരു നിയമമാണ് ഇത് 1853 ചാർട്ടർ ആക്ട് 1853 എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറുമായിട്ട് തിരിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പ്രാദേശികമായ ഒരു പ്രാതിനിധ്യം അനുവദിച്ച് കിട്ടി അല്ലേ. ഇന്ത്യക്കാർക്ക് ഒരു പ്രാദേശിക പ്രാതിനിധ്യം അനുവദിച്ച് കിട്ടിയ ഒരു ആക്ടാണ് 1853 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. ഇത് നോക്ക്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഇങ്ങനെ രണ്ടായി തിരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ.
ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, എന്താ പറയുക, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്നൊക്കെയാക്കി തിരിച്ചു എന്നുള്ളത് അല്ലേ. ഇത് ശരിക്കും ഒരു പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലേ, ഒരു ബിഗിനിങ് അല്ലേ ഇത്. നമുക്ക് ഈ ആക്ടിലൂടെ കാണാൻ പറ്റുന്നത് പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു ബിഗിനിങ് കൂടിയാണ് അല്ലേ, ഒരു തുടക്കമാണ്, പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു തുടക്കമാണ് ഈ ആക്ടിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് പ്രാദേശിക പ്രാതിനിധ്യവും നമുക്ക് അനുവദിച്ച് കിട്ടി. നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടി തുടങ്ങിയില്ലേ ഓരോ ആക്ട് പ്രകാരം. അങ്ങനെയാണ് നമ്മൾ അവസാന കോൺസ്റ്റിറ്റ്യൂഷൻ വരെ എത്തും. പല ആക്ട് പ്രകാരവും പോയി നമുക്ക് നമ്മുടെ ഭരണഘടന വരെ നമ്മൾ എത്തും. ഓരോന്നോരോന്നായി നേടിയെടുത്ത് നമ്മൾ ഭരണഘടന വരെ എത്തും. അപ്പോൾ പിന്നെ അടുത്തായിട്ട് എന്താ പറയുന്നത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ അല്ലേ, ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഉണ്ടാക്കി തന്ന ഒരു നിയമമാണ് ഇത് ചാർട്ടർ ആക്ട് 1853 എന്ന് പറയുന്നത്. സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കാൻ ഒരു തുറന്ന മത്സരം, അതിനൊരു പിന്നെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ഉണ്ടായ ഒരു നിയമമാണ് ഇത് 1853 ചാർട്ടർ ആക്ട്. അപ്പോൾ 1854 ഒരു കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു, സിവിൽ സർവീസ് കമ്മിറ്റി. അതിൻ്റെയും ചെയർമാൻഷിപ്പ് മെക്കാളെയാണ് സിവിൽ സർവീസ് കമ്മിറ്റി. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് അല്ലേ, ഓപ്പൺ കോമ്പറ്റീഷൻ എന്നുള്ള സിവിൽ സർവീസിലേക്ക്. അങ്ങനെ 1854 ഒരു സിവിൽ സർവീസ് കമ്മിറ്റി രൂപീകരിച്ചു. മെക്കാളെ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ 854 ആക്ട് പ്രകാരം, അല്ല 853 ചാർട്ടർ ആക്ട് പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ICSന്റെ ഓപ്പൺ കോമ്പറ്റീഷൻ ഓർക്കുക 853. രണ്ടാമത്തത് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേർതിരിച്ചത് ഓർക്കുക, ഒരു പാർലമെന്ററി സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിങ്. മൂന്നാമത്തതായിട്ട് ഓർക്കുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഒരു പ്രാദേശിക പ്രാതിനിധ്യം അനുവദിച്ച് കിട്ടി എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചാർട്ടർ ആക്ട് 1853 നമുക്ക് പഠിക്കാനായിട്ട് ഓർത്തെടുക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അടുത്ത ആക്ട് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ കമ്പനി നിയമത്തിനുള്ളിൽ പഠിക്കാനുള്ള 5 നിയമങ്ങൾ. ഓക്കെ, ഇനി അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞ ക്രൗൺ നിയമങ്ങളാണ്. അപ്പോൾ കമ്പനി നിയമങ്ങളിലുള്ള നമ്മളിങ്ങനെ കള്ളി വരച്ച് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. കമ്പനി നിയമത്തിലുള്ള റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞു 773. പിന്നെയുള്ളത് റെഗുലേറ്റിംഗ് ആക്ടിനെ അമെൻഡ് ചെയ്ത് വന്ന ആക്റ്റാണ് 781. അത് കഴിഞ്ഞിട്ട് പിറ്റ്സ് ഇന്ത്യ വന്നു 784 വന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു, ചാർട്ടർ ആക്ടുകളാണ് 793 വന്നു, പ്ലസ് 20 വർഷം കഴിഞ്ഞ് 813 വന്നു, 833 വന്നു, 853 വന്നു. അങ്ങനെ ഇത്രയും കമ്പനി നിയമങ്ങളാണ് വന്നത് കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ക്രൗൺ നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് 857 ഒന്നാം സ്വാതന്ത്ര്യ സമര ശിപ്പായി ലഹള കഴിഞ്ഞതിന് ശേഷം വന്ന ആക്ടുകളാണ്. 858 മുതലുള്ള ആക്ടുകളാണ്. ക്രൗണിന്റെ കൺട്രോൾ നേരിട്ട് കൊണ്ടുവന്ന നിയമങ്ങളാണ് കമ്പനി അവസാനിച്ചതിന് ശേഷം. അപ്പോൾ അതിൽ പഠിക്കാൻ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ റെഗുലേറ്റിംഗ് ആക്ടിലുള്ളത് 81, 84, 93, 13, 33, 853 ഇത്രയും ആക്ടുകൾ ഓർത്ത് വെക്കുക, കമ്പനി നിയമങ്ങൾ. ഇതിലുള്ള എന്തൊക്കെ പ്രത്യേകതകളാണ് എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക. റെഗുലേറ്റിംഗ് ആക്ട് ഫസ്റ്റ് വന്നതാണെന്ന് ഓർത്ത് വെക്കണം, ആദ്യത്തെ ആക്ട് ആണെന്ന് ഓർത്ത് വെക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 774 സുപ്രീം കോടതി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഭരണരാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നിർവഹിച്ച ഒരു ആക്ട് ആണെന്നുള്ളത് ഓർത്ത് വെക്കണം. പ്രധാനമായിട്ടും ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവിയിലേക്ക് മാറിയതും വാറൻ ഹേസ്റ്റിംഗ് ആണ് ആദ്യത്തെ പദവിയിൽ വന്ന ആൾ എന്നുള്ളത് ഓർത്ത് വെക്കണം. അമെൻഡിങ് ആക്ട് ഇതിൻ്റെ പോരായ്മകളൊക്കെ അത്യാവശ്യം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു. മുഴുവനായിട്ടും ഇല്ല, പാർഷ്യലി പരിഹരിച്ചിട്ടേ ഉള്ളൂ. അടുത്തത് വന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് വന്നത് ഓർത്ത് വെക്കുക. പിന്നെന്താണ്, അപ്പോൾ അത്രയാണ്. ഡുവൽ സിസ്റ്റം ആണ് വന്നതെന്ന് ഓർത്ത് വെക്കുക. 793 20 വർഷത്തേക്ക് നീട്ടിക്കിട്ടി. 813 കുത്തക അവസാനിച്ചു. 3 കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
833 വ്യാപാരം തന്നെ അവസാനിച്ചു. ഇവിടെ കുത്തകയാണെങ്കിൽ ഇവിടെ വ്യാപാരമാണ് അവസാനിപ്പിച്ചത്. 853 എന്താണ് ഉണ്ടായത്? 853 നമ്മൾ ലാസ്റ്റ് പഠിച്ച ആക്റ്റാണ്. രണ്ട് രീതിയിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും വേർതിരിച്ച നിയമമാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവന്നതെന്ന് ഓർത്ത് വെക്കുക. മെക്കാളെ കമ്മിറ്റി 1854. ഇത്രയും കാര്യങ്ങൾ കമ്പനി നിയമത്തിൽ നമുക്ക് ഓർത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ കുത്തക അവസാനിച്ചത്, വ്യാപാരം അവസാനിച്ചത്, ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഇതൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കണം. നമ്മൾ അടുത്ത ക്ലാസ് ക്രൗൺ നിയമങ്ങൾ എടുക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.